എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള 2 റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അധികം സമയമൊന്നും എടുക്കത്തില്ല. ഇവ നമുക്ക് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 റെസിപ്പീസും വളരെയധികം ഹെൽത്തി തന്നെയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു സ്മൂത്തി നമുക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഡിന്നർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ഈ സാലഡ് കഴിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. ആദ്യം നമുക്ക് ഈ സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് സ്റ്റൗ ഒന്നും ഓണാക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ബൗളിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കുക്കുംബറും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും. ഇവയെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ ശേഷമാണ് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുത്തേക്കുന്നത്. ഇതൊരു 1/2 കപ്പ് അളവിലോളം ഫ്രഷ് കോണുണ്ട്. നല്ലതുപോലെ വേവിച്ച് എടുത്തിട്ടുള്ള ഫ്രഷ് കോണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് സാലഡ് ലീഫുണ്ട്. നമുക്കിതിൻ്റെ കൂടെ ഒനിയൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചെറിയൊരളവിൽ ക്യാപ്സിക്കം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു സവോളയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കത് ഇത്ര ഫ്ലേവർ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒരെണ്ണം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് പയറുവർഗ്ഗങ്ങളും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കടലയൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വേവിച്ചതും ചെറുപയർ മുളപ്പിച്ച് വേവിച്ചതും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി തന്നെ ചേർത്ത് കൊടുക്കുക. ഈ സാലഡ് ഞാനൊരു ക്രീമി ആയിട്ടാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. 1 കപ്പ് അളവിൽ തൈരാണ് എടുത്തേക്കുന്നത്. ലോ ഫാറ്റ് തൈരാണ് എടുത്തേക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് തന്നെ നമ്മൾ എടുക്കണം. എന്നാലേ നമുക്ക് ഈ സാലഡ് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. തൈര് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇവ രണ്ടും ഈ തൈരുമായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില ചോപ്പ് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കൂട്ടും കൂടെ നമ്മൾ ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിളിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിളിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒലിവ് ഓയിലൊക്കെ വളരെയധികം ഹെൽത്തിയാണ്. നമ്മൾ ചൂടാക്കാതെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ഹെൽത്തി തന്നെയാണ്. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരിൻ്റെ കൂട്ടും കൂടെ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഈ സാലഡുമായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് തന്നെയാണ്. നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1/2 മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്താലും മതി. അതോടൊപ്പം തന്നെ ആ കുരുമുളകും ചില്ലി ഫ്ലേക്സ് ചേർത്തതും ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി നമുക്ക് ഈ കൂട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ 2 പേർക്ക് വയറു നിറച്ച് കഴിക്കാനുള്ള സാലഡുണ്ട്. നമുക്ക് ഡിന്നറായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലഞ്ചിന് മീൽസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇത് കഴിക്കാവുന്നതാണ്. തൈര് എടുക്കുമ്പോൾ നല്ല കട്ട തൈര് തന്നെ എടുക്കണം. അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുത്താലേ നമ്മുടെ സാലഡ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നമുക്ക് തീ പോലും കത്തിക്കാതെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു മീൽസായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. ഇനി അടുത്ത റെസിപ്പിയിലോട്ട് പോയാലോ. വളരെ ഫാസ്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് നിറയും. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇടത്തരം വലിപ്പമുള്ള 2 ക്യാരറ്റ് നമുക്ക് ഈ സ്മൂത്തി തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യമുണ്ട്. ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ വട്ടത്തിൽ നുറുക്കി എടുക്കുകയാണ്. ഇനി ലേശം വെള്ളം ഒഴിച്ച് കുക്കറിൽ 1 വിസിൽ അടുപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ക്യാരറ്റ് വെന്ത് കിട്ടുമല്ലോ. ഇനി ക്യാരറ്റ് വേകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയെടുക്കാം. ക്യാരറ്റിനോടൊപ്പം നമ്മൾ പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് പപ്പായയാണ്. പഴുത്തിട്ടുള്ള ഒരു പപ്പായയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇത്രയും ആവശ്യമില്ല. 1 കപ്പ് അളവിൽ പപ്പായയുടെ പീസസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ അതിൻ്റെ ഒരു പകുതി ഒന്ന് മുറിച്ചെടുത്ത് 1 കപ്പ് അളവിലാണ് എടുക്കുന്നത്. ഈ സ്മൂത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. പാലൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാലിനോടൊപ്പം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ് മിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്കിന് പകരം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/4 കപ്പ് അളവിലോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാല് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് റൂം ടെമ്പറേച്ചറിലാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചെടുക്കുകയും വേണം. ഇനി ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ഉണ്ടല്ലോ, 1 കപ്പ് അളവിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുക്കുകയാണ്.
ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഒരു 4 പേർക്ക് കുടിക്കാവുന്ന ആ ഒരു പരുവത്തിലാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ അധികത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുന്ന ഈ പപ്പായയുടെയും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെ അളവിനൊക്കെ ഒന്ന് ചേഞ്ചസ് വരുത്തിയാൽ മാത്രം മതി. വേവിച്ച് വെച്ചിരുന്ന ക്യാരറ്റും അതിനോടൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽ ഞാൻ 2ആയിട്ടാണ് ഫ്രിഡ്ജ് വെച്ചിരുന്നത്. പകുതി എടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ച് ഇതുപോലെ ഐസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാതി പോർഷൻ താഴത്തെ തട്ടിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഐസായിട്ട് സെറ്റ് ചെയ്ത ആ ഒരു പാലിൻ്റെ പോർഷനാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്ത് നമുക്ക് ഇവ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷമാണ് ബാക്കി പാലും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കുന്നത്. നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഐസാകാതെ നമ്മൾ താഴത്തെ തട്ടി വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് വാനിലയുടെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ കണ്ടൻസ് മിൽക്കോ നമ്മൾ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചൊന്ന് കുറച്ചിട്ട് ഐസ്ക്രീം ചേർത്ത് അടിച്ചെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലെക്സും കശുവണ്ടിയും അതുപോലെ തന്നെ അനാറുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഷേക്ക് റെസിപ്പിയാണ് ഇത്. ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും, അത്രയ്ക്ക് ഹെൽത്തിയാണ്. ക്യാരറ്റും പപ്പായയും എന്ന് പറയുന്നത് വളരെയധികം ഹെൽത്തി തന്നെയാണ് ശരീരത്തിന്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 റെസിപ്പി നിങ്ങൾക്ക് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കോൺഫ്ലെക്സ് നമ്മൾ എപ്പോഴാണോ ഈ ഷേക്ക് സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ആ ഷേക്കിൽ അങ്ങ് പെട്ടെന്ന് അങ്ങ് കുതിർന്നു പോവുകയുള്ളൂ. കഴിക്കുന്ന സമയത്ത് ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ആവശ്യമുള്ള കോൺഫ്ലെക്സ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇടയ്ക്ക് നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിലാണെങ്കിലും അനാറും കോൺഫ്ലെക്സും ഒക്കെ ഒന്ന് കലർത്തിയിട്ട് ഈ ഷേക്കും കൂടെ ഒഴിച്ച് അങ്ങനെ സെർവ് ചെയ്യുന്നതാണ് വളരെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവയൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഇതുപോലെയുള്ള ഡ്രിങ്കും സാലഡും ഒക്കെ ഒന്ന് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. സാലഡ് ആണെങ്കിൽ തന്നെ അതിനകത്ത് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ വയറിനൊക്കെ നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു റെസിപ്പിയൊക്കെ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. നമ്മൾ ഫുൾ ഫാറ്റിന് പകരം വേണമെങ്കിൽ ലോ ഫാറ്റ് ആയിട്ടുള്ള മിൽക്കൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഷേക്ക് തയ്യാറാക്കിയാൽ മാത്രം മതി. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ 2 റെസിപ്പി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിൽ ഒരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.